പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം, യോസേപ്പ് വരുന്നത് കണ്ടപ്പോൾ അവന്റെ സഹോദരന്മാർ പറയുന്ന വാക്കാണ്, ദാ സ്വപ്നക്കാരൻ വരുന്നു, അവന്റെ സ്വപ്നം എന്താകും? അങ്ങനെ യോസേപ്പ് ഈ സഹോദരന്മാരുടെ അരികിലേക്ക് വരുന്നു. യോസേപ്പ് ഈ സഹോദരന്മാരുടെ അരികിലേക്ക് വരുമ്പോൾ, വന്നു കഴിഞ്ഞ ശേഷം ഈ സഹോദരന്മാർ ചെയ്തത് നമുക്ക് ഈ 37-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. യോസേപ്പ് വന്ന ഉടനെ യോസേപ്പ് ധരിച്ചിരുന്ന നിലയങ്കി തന്റെ സഹോദരന്മാർ ഊരിയെടുത്തു. ഈ നിലയങ്കിക്ക് വലിയ പ്രത്യേകതയുണ്ട്. ഇത് യോസേപ്പിന് കൊടുത്തത് തന്റെ വാത്സല്യ പിതാവാണ്. യോസേപ്പിന് ഈ നിലയങ്കി തയ്പ്പിച്ചു കൊടുത്തത് തന്റെ പിതാവാണ്. അപ്പൊ തന്റെ പിതാവ് തനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി യോസേപ്പിന് കൊടുത്ത ആ നിലയങ്കി ഈ സഹോദരന്മാര് ഊരിയെടുത്തു. നോക്കണേ, സ്വന്തം സഹോദരന്മാർ യോസേപ്പിനോട് ചെയ്യുന്ന ആ അതിക്രമം ഒന്ന് നോക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ നിലയങ്കി ഊരിയെടുത്തിട്ട് യോസേപ്പിനെ ഒരു വെള്ളമില്ലാത്ത പൊട്ടക്കുഴിക്കകത്തേക്ക് ഇടുകയാണ്. സ്തോത്രം. എന്നിട്ട് ഈ യോസേപ്പിനെ വെള്ളമില്ലാത്ത ഈ പൊട്ടക്കുഴിക്കകത്തേക്ക് ഇട്ടിട്ട് ഈ ഊരിയെടുത്ത നിലയങ്കി ഒരു കോലാട്ടുകോറ്റനെ അറുത്ത് അതിന്റെ രക്തം ആ നിലയങ്കിയിൽ പൂശിയിട്ട്, അല്ലെങ്കിൽ ആ രക്തത്തിൽ മുക്കിയിട്ട് തന്റെ പിതാവിന്റെ അരികിൽ കൊണ്ട് കാണിക്കുകയാ. എന്നിട്ട് പറയുന്നു, യോസേപ്പിനെ ദുഷ്ടമൃഗം കടിച്ചു കീറിക്കൊന്നു. സ്തോത്രം. ഈ യോസേപ്പിനോട് ഈ സഹോദരന്മാർ കാണിക്കുന്ന വലിയ ഒരു അതിക്രമമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ യോസേപ്പിനെ വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയിലേക്ക് ഇടാൻ ഈ സഹോദരന്മാർ തീരുമാനിച്ചപ്പോൾ അവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ദൈവം അനുവാദം കൊടുത്തു എന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം. ദൈവം അനുവദിക്കാതെ തന്റെ സഹോദരന്മാർക്ക് യോസേപ്പിന്റെ നേരെ നിൽക്കുവാനോ അല്ലെങ്കിൽ യോസേപ്പിനെ തൊടുവാനോ കഴിയത്തില്ല എന്നൊരു യാഥാർത്ഥ്യം. അപ്പോ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു എന്ന ഒരു ചോദ്യം കൂടെ അവിടെയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. കാരണം അത് പറയാൻ കാരണം, ഈ യോസേപ്പിന് സ്വപ്നം കൊടുത്തത് മറ്റാരുമല്ല, വലിയവനായ ദൈവമാണ് യോസേപ്പിന് സ്വപ്നം കൊടുത്തത്. അപ്പം ഈ നിലവാരത്തിൽ ഞാൻ നിന്നെ മാനിക്കും എന്ന് ദൈവം യോസേപ്പിന് സ്വപ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ യോസേപ്പിന്റെ മേൽ ആ സ്വപ്നം പൂർത്തീകരണം, ആ വാഗ്ദത്തം നടക്കണം എന്നുള്ളതും ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, യോസേപ്പിനെ ഒരു വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയിലേക്ക് എടുത്തിടുകയാണ്. ആമേൻ. ഈ വെള്ളമില്ലാത്ത ഈ പൊട്ടക്കുഴിയിലേക്ക് യോസേപ്പിനെ എടുത്തിടുമ്പോൾ യോസേപ്പ് കൊണ്ടുവന്ന ആഹാരം ഈ സഹോദരന്മാർ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ, അങ്ങനെയാണ് അവിടെ
രേഖപ്പെടുത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ അവർ ആ പൊതി അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സന്നിധായകവും സുഗന്ധപ്പശയും അവൻ കൊണ്ടുവരുന്ന ഒരു കച്ചവട സമൂഹത്തെ അവർ കാണുകയാണ്. അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ കച്ചവടക്കാർ, ഏത് കച്ചവടക്കാർ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന, നമ്മൾ വായിക്കുന്ന 37-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗിലെയാദിൽ നിന്ന് കച്ചവടക്കാർ വരികയാണ്. ഇസ്മേലിയ കച്ചവടക്കാർ. അപ്പോൾ യോസേപ്പ് ഈ കുഴിയിൽ കടക്കുമ്പോൾ തന്നെ, ആ സമയത്തിൽ തന്നെ യോസേപ്പ് കൊണ്ടുവന്ന ആഹാരം സഹോദരന്മാർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗിലെയാദിൽ നിന്ന് ഈ സുഗന്ധദ്രവ്യങ്ങളുമായിട്ടുള്ള ഒരു കച്ചവടക്കാർ വരും. ജീസസ്, അത് വാസ്തവത്തിൽ ഒരു ദൈവത്തിന്റെ വലിയ പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തക്ക സമയത്തിൽ പ്രവർത്തിക്കും. നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം ഒരു ദർശനം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആമേൻ, ദൈവം ഒരു ആലോചന ഒരാൾക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. സ്തോത്രം. നമ്മുടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല. ആമേൻ, നമുക്ക് വേണ്ടി ഏത് സമയത്തും, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾക്ക് വേണ്ടി ഏത് സമയത്തും എഴുന്നേൽക്കുന്ന ആമേൻ ദൈവം, നമ്മുടെ ദൈവം. ഇവിടെ നോക്കിക്കേ, യോസേപ്പിനെ അവർ പൊട്ടക്കുഴിയിലേക്ക് വലിച്ച് എറിയുമ്പോൾ, ആ വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയിലേക്ക് യോസേപ്പ്, ആമേൻ, ആ യോസേപ്പിനെ ഇടുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം അതിലെ 25-ാമത്തെ വാക്യം കൂടെ ഞാനിവിടെ ഒന്ന് വായിക്കട്ടെ. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിധായകവും ഒട്ടകപ്പുറത്തു കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇസ്മേലിയ യാത്രക്കൂട്ടം വരുന്നത് കണ്ടു. അപ്പൊ യോസേപ്പ് ഈ പൊട്ടക്കുഴിയിൽ കടക്കുമ്പോഴാണ് ആമേൻ മിസ്രൈമിലേക്ക്, ആമേൻ, ഗിലെയാദിൽ നിന്ന് മിസ്രൈമിലേക്ക്, ആമേൻ, ഈ സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിധായകവും കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു യാത്രക്കൂട്ടത്തെ കാണുന്നത്. ഇവിടെ ശ്രദ്ധേയം, ഇവർ ഈ സ്ഥലത്തെത്തണമെങ്കിൽ എത്ര ദിവസത്തിനു മുമ്പ് ഈ ഗിലെയാദിൽ നിന്ന് യാത്ര പുറപ്പെട്ടു കാണും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ യോസേപ്പ് പൊട്ടക്കുഴിയിൽ അവൻ വീണു. ആ പോയിന്റിൽ, അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ എത്തണമെങ്കിൽ എത്ര ദിവസത്തിനു മുമ്പ് അവർ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു കാണും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവൻ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഒന്ന്, ഫറവോൻ ഉണർന്നു. എന്തിനു വേണ്ടി? യോസേപ്പിന് വേണ്ടി. എന്തിനാ ഫറവോൻ ഉണർന്നത്? പറയാം,
തൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് യോസേപ്പിനെ പുറത്തു കൊണ്ടുവരാൻ, തൻ്റെ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് യോസേപ്പിനെ വിടുവിച്ചെടുക്കാൻ. കാരണം ദൈവമാണ് യോസേപ്പിന് ദർശനം കൊടുത്തത്. 2, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒത്തിരി ചിന്തിക്കാനുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗങ്ങളെല്ലാം വിവരിക്കുന്നില്ല. 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും 7ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഫറവോൻ ഉണർന്നു. 2ാമത്തെ പ്രാവശ്യം വീണ്ടും ഫറവോൻ ഉണരുക. ഇതിന്റെ ആ കാരണം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യോസേപ്പിനെ അടിമച്ചന്തയിൽ കൊണ്ടുപോകുന്നു. അടിമച്ചന്തയിൽ നിന്ന് യോസേപ്പിനെ പൊത്തിഫാറിന്റെ ഭവനത്തിലേക്ക് യോസേപ്പ് വരുന്നു. പൊത്തിഫാറിന്റെ ഭവനത്തിൽ യോസേപ്പിന് വേണ്ടതായ അംഗീകാരമൊക്കെ ലഭിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പൊത്തിഫാറിന്റെ ഭാര്യ യോസേപ്പിന്റെ മേലൊരു കുറ്റാരോപണം നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു തുണ്ട് തുണി കൊണ്ട് യോസേപ്പിനെ കുറ്റാരോപണം നടത്തുകയാണ്.